ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ഡോളിയാണ്. ഈസി എന്ന് പറയുമ്പം വളരെ പെട്ടെന്ന് ചെയ്യാൻ നോക്കിയിട്ടുള്ള ഒരു ഡോളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അലുമിനിയം ഫോയിൽ ഒരു 2 ബോൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ബോൾ, ഒരു ചെറിയ ബോൾ, ഒരെണ്ണം ഒരു ഓവൽ ഷേപ്പ്, ഒരെണ്ണം ഒരു സ്ഫെറിക്കൽ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോഡിക്കും തലയ്ക്കും വേണ്ടിയിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് നമ്മൾ അതിൽ വലിയ ബോൾ ഉണ്ടല്ലോ ഓവൽ ഷേപ്പിലെടുത്തത്, അതിൽ കുറച്ച് പേപ്പർ ടേപ്പ് ചുറ്റിയതിന് ശേഷം നമ്മൾ ക്ലേ വെച്ചിട്ട് സ്കൾപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ പോർസലെയിൻ ക്ലേ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് കവർ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്നിങ്ങനെ പരത്തി എടുത്തിട്ട് കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്, ഈവനായിട്ട് എല്ലായിടത്തേക്കും വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൈകൊണ്ടൊക്കെ ആക്കി കൊടുത്താൽ മതി. എന്നാലും പരത്തിയിട്ട് ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. ഇനി നമുക്കതിൻ്റെ താഴെ കുറച്ച് റഫിൾസ് പോലെ ക്ലേ വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ഉണങ്ങാൻ വെക്കാം കേട്ടോ കുറച്ച് നേരം. ഉണങ്ങാൻ വെക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഹെവി റെയിനൊക്കെ അല്ലായിരുന്നോ, അപ്പോൾ അത് ഉണങ്ങാൻ കുറച്ച് താമസമായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി പണി അതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോയതാണ്. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് ഫേസാണ് ചെയ്തെടുക്കുന്നത്. ഇത്തവണ ഫേസിൽ വലിയ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കില്ല. ഇതുപോലെ നോസൊക്കെ സിമ്പിളായിട്ട് കൊടുത്തതിന് ശേഷം ലിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒരു കട്ട് കൊടുത്തതിന് ശേഷം അത് വിടർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്, ലിപ്സിൻ്റെ ആ ഒരു ഭാഗം. ഇത്രയേ ഉള്ളൂ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചെവികൾ വെച്ച് കൊടുക്കാം. ചെവികളും കൂടെ വെച്ച് കൊടുത്തിട്ട് ഫേസ് അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും ഞാൻ ആ ബോഡി പോർഷൻ എടുത്തിട്ട് കഴുത്തിൻ്റെ അവിടെ കുറച്ച് സ്കിൻ കളർ ക്ലേ ആഡ് ചെയ്തു. കാലിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 റോഡ്സ് പോലെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. വലിയ ഡീറ്റെയിൽസ് ഒന്നും അതിന് കൊടുത്തിട്ടില്ല. പിന്നീട് ഷൂ ഉണ്ടാക്കിയിട്ട് ബ്ലാക്ക് കളറിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അവിടെയും കുറച്ച് സ്കിൻ കളർ ക്ലേ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കാലുകളുടെ താഴെയായിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയപ്പോൾ ബോഡിയുടെ ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അതും കൂടെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫേസിൽ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ശരിക്കും ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ, ഒരു വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഉണങ്ങിയിട്ടുള്ളൂ. എനിക്ക് അത്യാവശ്യം അതിങ്ങനെ ഷേപ്പ് ഹോൾഡ് ചെയ്തുകൊണ്ട് പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു പരിവേ ആയിട്ടുള്ളൂ. ഇപ്പോഴും ഇത് ഞെങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ക്ലേ ഡോൾ മേക്കിങ്ങിൽ ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ക്ലേ ഉണങ്ങുന്നതിന് മുമ്പ് അതിൽ പെയിൻറ്റ് ചെയ്യാനൊന്നും നിൽക്കാതിരിക്കുകയാണ് നല്ലത്. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാർട്സിൻ്റെ ഷേപ്പ് പോവാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലേയുടെ ക്വാളിറ്റി അനുസരിച്ച് ചിലപ്പോൾ ക്രാക്സ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ക്ലേ പാർട്സ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അതിൽ പെയിൻറ്റ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് അങ്ങനെ പെട്ടെന്ന് പോയി പിടിക്കാതെയൊക്കെ ഇരിക്കുക. ഇനി നമുക്ക് കൈയുടെ പോർഷനാണ് ബാക്കിയുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒരു ബിഷപ്പ് സ്ലീവ് അല്ലെങ്കിൽ ഒരു ബലൂൺ സ്ലീവ് ആകൃതിയിൽ ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റഫിൾഡ് കോളറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 കൈപ്പത്തിയും കൂടെ ഉണ്ടാക്കി കൊടുക്കാം. കൈ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും കൂടെ ഒട്ടിച്ചു കൊടുത്തു. കാലുകൾ കമ്പി വെച്ചിട്ടാണ് ഒന്ന് കമ്പിയും വെച്ചിട്ടുണ്ട്, കുറച്ച് ഗ്ലൂവും കൂടെ വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ വെച്ച് കൊടുക്കാം. ഹെയർ വയ്ക്കാനായിട്ട് ബ്ലാക്ക് കളർ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പല കളറിലുള്ള ഹെയറൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രൗൺ ചെയ്തിട്ടുണ്ട്, ബ്ലോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പിന്നെ ബ്ലൂ കളർ ഹെയർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡോളിന്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലാക്ക് കളറിലാണ് വയ്ക്കുന്നത്. അങ്ങനെ 2 ഡബിൾ ബൺ ഹെയർ സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടിരിക്കും. എന്നിട്ട് ഫ്രണ്ടിൽ കുറച്ച് കുറുനിരകളൊക്കെ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിൽ കുറച്ച് അങ്ങിങ്ങായിട്ട് കുറച്ച് കുട്ടി ഫ്ലവേഴ്സ് എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കമ്പി വെച്ചിട്ട് നമ്മുടെ ഹെഡും കൂടെ ഈ ഒരു ഡോൾ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോളിക്കുട്ടിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ക്യൂട്ടായിട്ടില്ലേ കാണാൻ. അപ്പോൾ പിന്നെ ഞാൻ ഡോളിയുടെ കൂടെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.